Hi guys, good morning. So today is 1st January 2025 and Happy New Year to all who's watching my video. ഇന്ന് ഞാൻ ഇപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് ഗൈസ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. ബട്ട് ടുഡേ നമ്മുടെ മോൻ്റെ ചോറൂണാണ്. പറശ്ശിനിയിൽ വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. സോ നമുക്കൊരു 8:30 ആകുമ്പോൾ പോകണം. അപ്പോൾ ഈ 6 മണിക്ക് എണീക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഒന്നും ഉറക്കം വന്നില്ല. സോ ഞാൻ എൻ്റെ ന്യൂ ഇയർ നിതാന് കൂടെ ഏട്ടൻ്റെ കൂടെ ഉറങ്ങിയാണ് ഗൈസ് സെലിബ്രേറ്റ് ചെയ്തത്. ഉറങ്ങിയിട്ടൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി എണീച്ചു, ഉറങ്ങി, ഫീഡ് ചെയ്തു, അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. സോ ദിസ് ടൈം ന്യൂ ഇയർ ഹിറ്റ്സ് ഡിഫറെൻറ്റ് ഫോർ മീ. അപ്പം എന്നാൽ പിന്നെ ഒരു കുളി അങ്ങ് പാസ്സാക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുമ്പോൾ ഒരാൾ എൻ്റെ കൂടെ എണീറ്റിട്ട് ലൈറ്റ് ഇട്ടതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ടാണ് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത്. ഇതാനു അപ്പം നമ്മൾ റെഡി ആയിട്ട് വരെ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട് എത്ര കേസ്. ബിക്കോസ് ഞാൻ വ്ലോഗ് എടുക്കാൻ നോക്കിയപ്പോഴേ ഫോണിൽ മെമ്മറി ഫുൾ. അപ്പം ഞാൻ കുത്തിയിരുന്ന എല്ലാ ലാപ്പിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. പിന്നെ ഞാൻ നിതാനുവിനെ ഫീഡ് ചെയ്തു, ഹാപ്പിയായി. നിതാനു ഗൈസ്, അപ്പം നിതാനുവിനെ ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഏട്ടൻ ഇപ്പോഴും ഉറക്കാണ്. ഏട്ടനെ വിളിച്ചണിപ്പിക്കണം, നിതാനുവിനെ റെഡിയാക്കണം. കുറേ പണിയുണ്ട്. ഓക്കെ, അപ്പോൾ റെഡിയായിട്ട് കാണാം. എൻ്റെ വിരിപ്പിൻ്റെ പുതപ്പിൻ്റെ ഒരു കോലം നിങ്ങൾ കാണുന്നുണ്ടോ? ഒരാൾ സ്റ്റിൽ സ്ലീപ്പിംഗ് ആണ്. നമ്മൾ കുളിച്ച് റെഡിയായിട്ട് മൂപ്പരെ വിളിക്കാം, അതായിരിക്കും ബെറ്റർ. നിതാനുവിനെ ഉറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ പണിയുണ്ട്. ഫസ്റ്റ് എനിക്ക് എൻ്റെ മുടി ഒന്ന് വാർന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറണം. ഏട്ടൻ ഇസ്തിരി ഇടാൻ പോയിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഇന്ന് സെറ്റ് മുണ്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു പാലക്ക മാല ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഗൈസ്, കാണിച്ചു തരാം. ഈ ഒരു പാലക്ക മാല, പിന്നെ ഞാൻ വള ഇടുന്നുണ്ട്, കുപ്പിവള. പാലക്കാമല തന്നെ ഇയറിങ്സ് വരുന്നുണ്ട്, അതിടുന്നുണ്ട്. ഇതൊക്കെ നടന്നാൽ മതി, ഇടാൻ പറ്റിയാൽ മതി ഗൈസ്. എൻ്റെ പാലക്കാമലേനെ ഒരു കമ്മൽ കാണുന്നില്ലല്ലോ, നോക്കട്ടെ. അപ്പോൾ ഇതാ മീമിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതാ ഒരു 9 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് തിരിച്ചത്. നിതാനും അച്ഛൻ്റെ അമ്മമ്മേൻ്റെയും കൂടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ മുന്നിൽ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. എന്നെ കണ്ട ചിലപ്പോൾ കരയാൻ സാധ്യതയുണ്ട്. പറശ്ശിനിക്കടവിൽ ഞാൻ ലാസ്റ്റ് പോയത് കഴിഞ്ഞ വർഷമാണ്. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിലാണ് ഞാൻ പോയത്. അങ്ങനെ സെപ്റ്റംബറിൽ ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോയി. പിന്നെ അവിടുന്ന് പ്രഗ്നൻ്റ് ആയിട്ടാണ് ഞാൻ 6 മന്ത്സ് ആകുമ്പോൾ തിരിച്ചു വന്നത്. സോ അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് പറശ്ശിനിക്കടവിൽ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മോൻ്റെ ചോറൂണിൻ്റെ ടോക്കണൊക്കെ അച്ചച്ചൻ നേരത്തെ വന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വലിയ തിരക്കുള്ള ഒരു ദിവസമൊന്നും ആയിരുന്നില്ല. ഇന്ന് ന്യൂ ഇയർ ആണ്, പക്ഷെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിട്ട് നിതാനു നമ്മൾ തൊപ്പി ഇടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മോനെ ഇട്ട് കൊടുത്തേക്കുന്ന ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. മോൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് കേട്ടോ വാങ്ങാറ്. അപ്പോൾ അതിന് ബട്ടണുള്ള ഒരു ഷർട്ട്, ഒരു ട്രൗസേഴ്സാണ് വാങ്ങിച്ചത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞ് ഷർട്ട് ഊരേണ്ടതാണ്. അപ്പം വേറെ എന്തെങ്കിലും ബട്ടൺ ഇല്ലാത്തൊക്കെ ആണെങ്കിൽ ഇവൻ കുഴപ്പം കൂട്ടും. അതുകൊണ്ട് ബട്ടണിലുള്ള ഷർട്ടും പിന്നെ ഒരു ട്രൗസറാണ് വാങ്ങിച്ചത്. അങ്ങനെ മോൻ്റെ ഷർട്ടൊക്കെ ഊരി നമ്മൾ മുണ്ടൊക്കെ ഉടുപ്പിച്ചു. ഇനി ഏട്ടൻ മോനെയും കൊണ്ട് ഇതാ ഈ ചോറ് എടുക്കുന്ന അവിടെ ഇങ്ങനെ ഇരുന്നു. ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു പായസം എന്ന രീതിയിൽ കുടിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് എനക്കും ഉള്ളിൽ കയറി ചോറ് കൊടുക്കാൻ പറ്റിട്ടോ. കാരണം ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മക്കും കൂടെ ചോറ് കയറി കൊടുക്കാന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചു. പിന്നെ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. കാരണം
നീത്താനും ഭയങ്കര ടെറർ ആവുന്നുണ്ട് ഗൈസ്. അവന് ഈ ക്രൗഡൊന്നും പെട്ടെന്ന് ഇത്രയും ക്രൗഡിൽ ഞാൻ ഇതുവരെ ഇവനെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ചന്തയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചു. ചേച്ചി ചോറ് കൊടുക്കൽ എങ്ങനെയുണ്ടായിരുന്നു? നീലക്കുയിലാണ്. പണ്ടൊക്കെ പറശ്ശിനിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോകാറ്. ഇപ്പോൾ ഒന്നും അതിനൊന്നും ഒരു മൂഡില്ല ഗൈസ്, എന്താണെന്നറിയില്ല. പിന്നെ അമ്മ എങ്ങാണ്ട് പൊരി വാങ്ങുന്നുണ്ട്. പൊരി എന്നും ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇന്നിങ്ങനെ സമയം കളഞ്ഞില്ല, വീട്ടിലേക്ക് പോവുകയാണ്. ഒരു പട്ടം മേടിച്ചിട്ടുണ്ട്, വേറെ ഒന്നും മേടിക്കാൻ പറ്റില്ല ഗായ്സ്. ഞാൻ ബാക്ക് ടു എൻ്റെ ഒറിജിനൽ കോലമായിട്ടുണ്ട്. നീതാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കാറ് അവന് ഇഷ്ടമല്ല, ഓട്ടോറിക്ഷയാണ് അവന് ഏറ്റവും ഇഷ്ടം. അപ്പം എങ്ങനെയൊക്കെയോ ഇവിടെ അങ്ങ് എത്തി ഗൈസ്. അപ്പം ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തൊരു ക്ലിയർ ഇല്ലാത്ത പുതിയ വ്ളോഗായിട്ട് അപ്പം ഞാൻ വരാം കേട്ടോ. Till then, this is me, Ashwini, signing off from Manchester. Bye.